ഭർത്താവിനും ബന്ധുക്കൾക്കുമൊപ്പം വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ യുവതി ഉൾവനത്തിൽ മരിച്ചു. ലാഹ ആനത്തോട് കോളനിയിൽ പൊടിമോന്റെ ഭാര്യ ജോനമ്മയാണ് മരിച്ചത്. മൃതദേഹം വനത്തിൽ നിന്നും പുറത്തെത്തിക്കാൻ കാട്ടരുവിയും വനപാതകളും താണ്ടി പോലീസ് മൃതദേഹം ചുമന്നത് 5 കിലോമീറ്റർ. ജോനമ്മ, പൊടിമോൻ, ഇയാളുടെ അമ്മ, മറ്റു ബന്ധുക്കൾ, കുട്ടികൾ എന്നിവരടങ്ങിയ സംഘം കഴിഞ്ഞ 2-നാണ് ലാഹ കോളനിയിൽ നിന്ന് ഉൾവനത്തിലേക്ക് കയറിയത്. ചാലക്കയത്തു നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള ഉൾവനത്തിലാണ് ഇവർ തങ്ങിയത്. രക്തക്കുറവിന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ നടത്തുന്നയാളാണ് 22-കാരിയായ ജോനമ്മ. മരുന്ന് തീർന്നതോടെ 7-ന് രാവിലെ വയറുവേദനയും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടു. കാടിന് വെളിയിലെത്തിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും 10 മണിയോടെ കുഴഞ്ഞു വീണു മരിക്കുകയായിരുന്നു. SC/ST പ്രൊമോട്ടറെയും പോലീസിനെയും വിവരമറിയിക്കാൻ ചാലക്കയത്തേക്കു തിരിച്ച പൊടിമോന് വഴിയിൽ കാട്ടാനകളുടെ സാമീപ്യമുണ്ടായതിനാൽ 3 മണിക്കൂറോളം ഒളിച്ചു കഴിയേണ്ടി വന്നു. പിന്നീട് ചാലക്കയത്തെത്തി പ്രൊമോട്ടറെ വിളിച്ചറിയിച്ചു. തുടർന്ന് SHO GS ശ്യാംജിയുടെ നേതൃത്വത്തിൽ പമ്പ പോലീസ് വനത്തിലേക്കു തിരിച്ചു. കാട്ടുകമ്പിൽ തുണികെട്ടി ജോനമ്മയുടെ മൃതദേഹം അതിനുള്ളിലാക്കിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ 5 കിലോമീറ്റർ ചുമന്നത്. ദുർഘടമായ വനപാതകളും കാട്ടരുവികളും കടന്ന് വനത്തിന് പുറത്തെത്താൻ 5 മണിക്കൂറോളം സമയമെടുത്തു. വനത്തിന് പുറത്തെത്തിച്ച മൃതദേഹം ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തു. പൊടിമോനും ജോനമ്മയും നിയമപരമായി വിവാഹിതരല്ല. 2 വർഷമായി ഇവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. SI J രാജൻ, ഗ്രേഡ് SI KV സജി, SCPOമാരായ സാംസൺ പീറ്റർ, നിവാസ്, CPO സുധീഷ് എന്നിവരടങ്ങിയ സംഘമാണ് മൃതദേഹം കാടിന് പുറത്തെത്തിച്ചത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.